ബ്ലെൻഡിഷിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു യാത്രയാണ്. അത് പത്തനംതിട്ടയിൽ നിന്ന് വടശ്ശേരിക്കരയ്ക്ക് പോകുമ്പോൾ കുമ്പളാമ്പേക്ക് കഴിഞ്ഞ് ചെങ്ങറമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ചെങ്ങറത്തോട്ടത്തിലോട്ടൊരു യാത്ര. ആ തോട്ടത്തിൽ കൂടെ ഒരു യാത്ര. പണ്ട് ഈ ചെങ്ങറത്തോട്ടം എന്ന് പറയുന്ന ഒരു തേയിലത്തോട്ടമായിരുന്നു. ഇന്ന് തേയിലയൊന്നുമില്ല, പക്ഷേ പഴയ ബിൽഡിങ്ങൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണാം. ഹാരിസൻ്റെ ഒക്കെ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള നല്ല നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ കുറച്ച് നേരം എടുത്ത് പെട്ടെന്നാണ് നല്ല മഴ വന്നത്. നല്ല കാലാവസ്ഥയായിരുന്നു. ഈ തിരുവനന്തപുരത്തു നിന്ന് നല്ല ചൂടത്തു നിന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേനും നല്ല ക്ലൈമറ്റായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ പോയ യാത്രയിലെല്ലാ റോഡും വളരെ മനോഹരമായിട്ടുള്ള റോഡും നല്ല വൃത്തിയായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ മഴയും ഒക്കെ ആസ്വദിച്ച്, പ്രത്യേകിച്ച് രണ്ട് സൈഡിലും നല്ല മരങ്ങളും അത് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ കാണുമ്പോൾ അതൊരു വേനൽക്കാലമാണെന്ന് തോന്നുന്നേയില്ലായിരുന്നു. അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി അട്ടച്ചാക്കൽ വഴി തണ്ണിത്തോട് അടവി എക്കോ ടൂറിസത്തിൻ്റെ ഒരു സ്പോട്ടിലാണ് നമ്മൾ ചെന്നത്. നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ. അവിടെ ഒരു ഇക്കോ കഫേ ഉണ്ട്, കാട്ടിലെ ഊണെന്ന് പറഞ്ഞ്. അതിൻ്റെ അടുത്തു നിന്ന് ഒരു 50 മീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് കല്ലാർ പുഴ. ഇവിടെയാണ് കൊട്ടവഞ്ചിയുടെ ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ്. വളരെ മനോഹരമായിരുന്നു. കാര്യം ആ മഴയും എല്ലാം കൂടെ വന്നപ്പോഴത്തേനും എല്ലാം ഭംഗിയായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഈവൻ മഴ ഉണ്ടായിട്ട് പോലും നമുക്ക് നല്ല ഫീലായിരുന്നു. ആദ്യം കുടയൊക്കെ പിടിച്ചുകൊണ്ട് നിന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും മഴയൊക്കെ പോയപ്പോഴത്തേനും നല്ല കോട ഇങ്ങനെ അവിടെ നിന്ന് പൊങ്ങി വരുന്നു. ഞങ്ങൾ നിന്നതിൻ്റെ രണ്ട് സൈഡ് നോക്കിയാൽ രണ്ട് സൈഡ് എൻഡ് ചെയ്യുന്ന പോലെ തോന്നും. കാര്യം അവിടെ പിന്നെ ഒരു വളവാണ് രണ്ട് സൈഡിലും. അതിൻ്റെ ഒരു ഭംഗിയുണ്ടായിരുന്നു, രണ്ട് സൈഡിലും മരങ്ങളും ഒക്കെ ആയിട്ട്. ഇതിനകത്തോടെ ആന ഇറങ്ങാറുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ഈ കഫേയിൽ നിന്ന് നടന്ന് ഇവിടെ എത്തുന്ന രണ്ട് സൈഡിലും ഇങ്ങനെ ഇലക്ട്രിസിറ്റിയുടെ ഒരു ലൈൻ വലിച്ചിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ നല്ല വിധത്തിൽ എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയി. എന്തുകൊണ്ടും വർത്ത് ആയിട്ടുള്ള വിസിറ്റിംഗ് ആയിരിക്കും തണ്ണിത്തോട് അടവി ഇക്കോ ടൂറിസം. താങ്ക് യു ഫോർ വാച്ചിങ്.